ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തേയിലത്തോട്ടത്തിൽ വേദയും മേരിയൊക്കെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നേരം മേരി വേദൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വേദ ഇനി ആ വീട്ടിൽ നിന്ന് താമസം മാറണം കേട്ടോ, എന്താ മേരി ചേച്ചി അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മേരി പറയാണ്, അല്ല ഒന്നുമില്ല, അവിടെ ഒറ്റപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു വീടല്ലേ, ഇവിടെ ഒക്കെ ആകുമ്പോൾ മറ്റുള്ളവരൊക്കെ ആകുമ്പോൾ ആളുകളുടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ, ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അപ്പം വേദ പറയും, അതിനൊരു സുഖമുണ്ട് മേരി ചേച്ചി. അപ്പോൾ മേരി പറയാണ്, കഥകളിലൊക്കെ വായിക്കാൻ നല്ല സുഖമാണ്, ജീവിതത്തിൽ അത്ര സുഖമൊന്നും തോന്നണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നോവലിൻ്റെ ഒക്കെ കഥകളും അതിലുള്ള കാര്യങ്ങളൊക്കെ പറയാം. വാകത്താൻ സാറിൻ്റെ നോവലിൽ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ജോസ് ഷാരിയെയും കൊണ്ട് ഷാരിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ആരുമില്ലാത്ത ഒരു മലമുകളിൽ കൊണ്ടുപോകാം, അവിടെ ചുറ്റും ലില്ലിപ്പൂക്കളൊക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകാം. അന്നേരം വേദ ചോദിക്കും, എന്നിട്ട് ഷാരിയെ കൊണ്ടുപോയോ? അപ്പം മേരി പറയാണ്, അതാണ് സങ്കടം, ഷാരിയെ കാത്തിരുന്നത് ജോസിൻ്റെ ശവപ്പെട്ടിയാണ്, ആ പുതിയ വീട്ടിലേക്ക് അവളെ കാത്തിരുന്നത് അതാണ്. ആ നോവലിൻ്റെ കാര്യം ഇപ്പോഴും അതിൻ്റെ കഥയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും എന്നൊക്കെ മേരി ഇങ്ങനെ പറയാം. കേട്ടപ്പം വേദയ്ക്ക് ആകെ സങ്കടം വരികയാണ് കേട്ടോ. പെട്ടെന്ന് വിക്രമിനൊക്കെ ഓർമ്മ വരികയാണ്. പിന്നെ മേരി പറയാണ്, ഈ നോവൽ എഴുതുന്ന ആൾക്കാരുടെ മനസ്സിൽ എങ്ങനെയാണ്, ചിലപ്പോൾ അവരുടെ മനസ്സിൽ ദൈവം വിളയാടും, ചിലപ്പോഴാണെങ്കിലോ പിശാചായിട്ടും അവരിങ്ങനെ മാറി മാറി കഥകൾ എഴുതും. പക്ഷേ ഈ വായനക്കാർക്കൊരു പ്രത്യേകത ഉണ്ട്, സന്തോഷം വരുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് മറക്കും, എന്നാൽ സങ്കടം വരുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊരിക്കലും നമ്മൾ മറക്കൂല എന്നൊക്കെ ഇങ്ങനെ മേരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വേദ പറയാണ്, മേരി ചേച്ചി ആൾ കൊള്ളാമല്ലോ, മേരി ചേച്ചിക്ക് നല്ല നോവൽ എഴുതാനുള്ള കഴിവൊക്കെ ഉണ്ട്, മേരി ചേച്ചിക്ക് അത് എഴുതിക്കൂടെ? അപ്പോൾ മേരി പറയും, ഓ എനിക്ക് അതിനൊന്നുള്ള കഴിവൊന്നുമില്ല, എനിക്ക് മറ്റുള്ളവരുടെ കഥകൾ ഇങ്ങനെ വായിക്കാനുള്ള കഴിവേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം വേദ സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ, താമസ സ്ഥലം മാറ്റാനുള്ള കാര്യം പുതിയ മാനേജറുടെ അടുത്ത് പറയാം. അപ്പോൾ വേദ പറയും, പുതിയ മാനേജർ ഇന്ന് ചാർജ് എടുക്കല്ലേ ഉള്ളൂ മേരി ചേച്ചി, പറയാം, സാവകാശം പറയാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുതിയ മാനേജർ ഇങ്ങനെ കടന്നു വരുന്നത്. ആൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ പഴയ ആ അമ്പലത്തിൽ താലി കെട്ടുന്ന ആ ഒരു സീന്, അന്നത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെയാണ് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നത്. ഹേ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എല്ലാവരും ഒന്ന് വിളിക്കും കേട്ടോ. അന്നേരം എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കും. അപ്പോൾ അയാൾ പറയും, ഞാനുണ്ടല്ലോ, ഞാൻ കമ്പനിയിലെ പുതിയ മാനേജറാണ്, ഇന്ന് ചാർജ് എടുത്തത്, നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യേ, എല്ലാവരും പണി കഴിഞ്ഞിട്ട് എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് ഒന്ന് വാ, അവിടെ വെച്ചിട്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അയാൾ പോയതിൻ്റെ ശേഷം മേരി വേദയുടെ അടുത്ത് പറയുകയാണ്, ദേ വേദ മാനേജർ വന്നിട്ടുണ്ട്, അപ്പോൾ വീടിൻ്റെ കാര്യം എന്തായാലും അയാളുടെ അടുത്ത് പറയണം കേട്ടോ എന്ന് പറയും. അപ്പോൾ വേദ പറയും, ആ ശരി നോക്കാൻ ചേച്ചി എന്ന്. അയാൾ പോയ സമയത്ത് വേദ ഇങ്ങനെ അയാളെ ഒരു സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്, ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പരിചയമുള്ള മുഖം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ വേദ ഇങ്ങനെ, പക്ഷെ വേദയ്ക്ക് ഒന്നും മനസ്സിലാവണമില്ല ആരാണ് എന്താണെന്നുള്ള കാര്യമൊന്നും മനസ്സിലാവണില്ല. പിന്നെ കാണിക്കുന്നത് വിക്രം ഇങ്ങനെ തോട്ടത്തിൽ ജോലി ചെയ്യാണ്. അന്നേരം അച്ഛന് ഒരു കട്ടൻ ചായയും കൊണ്ട് വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കും, അച്ഛൻ എന്തിനാണ് ഈ ചായയൊക്കെ കൊണ്ടുവന്നത്? അത് സാരമില്ല, ഞാൻ ഡോക്ടർ വന്നിട്ടുണ്ട്, ഡോക്ടർക്ക് ഒരു കപ്പ് ചായ ഇട്ടപ്പം തന്നെ ഓർമ്മ വന്നു, അപ്പോൾ തനിക്കും കൂടി എടുത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വിക്രമിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്താ തൻ്റെ മുഖത്തൊരു വിഷമം പോലെ ഉണ്ടല്ലോ, ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുകയാണ്, എന്താടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതച്ചോ ഞാൻ ആലോചിക്കുകയാണ്, ഇനിയിപ്പോൾ പഴയ മാനേജർ അടങ്ങിയിരിക്കില്ല, അയാളുടെ സ്വഭാവം വെച്ചിട്ട് അയാൾക്ക് നല്ല വാശി കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അയാൾ എന്തായാലും അന്വേഷിച്ച് കണ്ടെത്തും, ഇനിയിപ്പോൾ എവിടേക്ക് മാറി താമസിക്കും, ഇനി എങ്ങോട്ട് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയാണ്, താൻ എവിടേക്കും പോകണ്ട, ഇവിടെ ആകുമ്പോൾ നാട്ടുകാരുണ്ടാവുമല്ലോ, നാട്ടുകാരുടെ സപ്പോർട്ടെങ്കിലും ഉണ്ടാവും, എവിടേക്കെന്ന് വെച്ചിട്ടാണ് ഈ ഓടി ഒളിക്കുന്നത്.
പിന്നെ അച്ഛൻ വിക്രമിനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ഡോക്ടർക്ക് വിക്രമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കും, ഇതാരാ, അനിയൻകുട്ടൻ്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയും സുഹൃത്താണെന്ന്. അപ്പോൾ ഡോക്ടർ പറയാണ്, സുഹൃത്തോ, ഞാൻ വിചാരിച്ചു കൂടപ്പിറപ്പാണെന്ന്. ഇത്രയും നന്നായിട്ട് നോക്കുന്ന സുഹൃത്തോ അനിയൻകുട്ടൻ്റെ ഭാഗ്യമാണ് എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയും. അപ്പം അച്ഛൻ പറയാണ്, സൗഹൃദത്തേക്കാൾ വലുത് എന്തുണ്ട് ഡോക്ടറെ എന്നൊക്കെ. അതും ശരിയാണ്. പിന്നെ വിക്രം ഡോക്ടറെ അടുത്ത് ചോദിക്കും, അനിയൻകുട്ടൻ്റെ കാര്യത്തിൽ എന്തുണ്ട് ഡോക്ടറെ എന്ന്. അപ്പോൾ ഡോക്ടർ പറയും, ആള് സംസാരിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ അച്ഛൻ്റെ ഫോണിലേക്ക് മരുന്നുകളുടെ കുറച്ച് കുറിപ്പൊക്കെ വിട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്ക്. സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനുള്ള ഗുളികയാണ്. ഈ ഞരമ്പ് വലിഞ്ഞു മുറുകിയിരിക്കുന്ന പോലെയാണ് മനസ്സ് വലിഞ്ഞു മുറുകിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് റിലീസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോവാണ്. പിന്നെ കാണിക്കുന്നത് എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് തൊഴിലാളികളെല്ലാം കൂടെ വരികയാണ്. എന്നിട്ട് കൂട്ടം കൂടി നിന്നിട്ട് സാറേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പം സന്തോഷ് പുറത്തേക്ക് ഇറങ്ങി വരും കേട്ടോ. അന്നേരം സന്തോഷ് ഇവർക്ക് വെള്ളം കൊടുക്ക് എന്ന് പറയാണ് കേട്ടോ. അപ്പം 2 ചേച്ചിമാർ വന്നിട്ട് ഇവർക്ക് ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ സന്തോഷ് സ്വയം പരിചയപ്പെടുത്തുകയാണ്, എൻ്റെ പേര് സന്തോഷ്, ഞാൻ ഈ ഒരു മേഖലയിൽ ആദ്യമായിട്ട് വരികയാണ്, എനിക്ക് വലിയ പരിചയമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെ നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത പണം അത് ഒരു 3-4 മാസം കൊണ്ട് കമ്പനി നിങ്ങൾക്ക് തരും, 1-2 തവണയായിട്ട് തരും. പിന്നെ ഇത് കമ്പനിയുടെ ബംഗ്ലാവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ എപ്പോൾ വേണമെങ്കിലും വന്ന് താമസിക്കാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ചോദിക്കുകയാണ്, ആരാണ് ഈ സമരത്തിന് ചുക്കാൻ പിടിച്ചത്? അപ്പം മേരി പറയും, ഞാനാണ് സാറേ, ഞാൻ മുന്നിൽ നിന്ന് എന്നേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കിയെടുത്തത് ഈ വേദയാണ് എന്ന് പറയും. അപ്പോൾ വേദന കാണുമ്പോൾ ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ എന്തൊക്കെയോ ഒരു സംശയങ്ങൾ ഇങ്ങനെ വരികയാണ്, ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ. അപ്പോൾ അയാളത് പറയുകയും ചെയ്തു, തന്നെ ഞാൻ എവിടെയോ മുമ്പ് കണ്ടിട്ടുള്ളത് പോലെ, എവിടെയാണെന്ന് പിടികിട്ടുന്നില്ല എന്നൊക്കെ വേദയുടെ അടുത്ത് പറയും. അപ്പം മേരി പറയും, അതങ്ങനെയാണ് സാറേ, ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് മുൻകൂർ പരിചയമുള്ളത് പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ മാനേജർ ജോലിയുടെ കാര്യം, ശമ്പളത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ അയാൾ പറയും, ഇനി നിങ്ങൾ ശമ്പളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ ഒന്നും നിൽക്കണ്ട, ശമ്പളം നിങ്ങളുടെ കയ്യിൽ കവറിലാക്കിയിട്ട് അവിടെ എത്തിച്ചു തരും, അതിനുള്ള തീരുമാനമൊക്കെ കമ്പനി എടുത്തിട്ടുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾ പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തൊഴിലാളികളോട് പോകാൻ പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ പോവുണ്ടെങ്കിലും അയാൾ വേദയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അയാൾക്ക് എവിടെയോ കണ്ട് പരിചയം തോന്നുന്നുണ്ട്. വേദയ്ക്കും അങ്ങനെ തന്നെ, വേദ ഇങ്ങനെ തിരിഞ്ഞ് അയാളെ തന്നെ നോക്കുന്നുണ്ട്. അങ്ങനെ 2 പേർക്കും സംശയമുണ്ട്, പക്ഷേ എവിടെയാണെന്ന് 2 ആൾക്കും വ്യക്തമായിട്ട് മനസ്സിലാവണമില്ല. പിന്നെ കാണിക്കുന്നത് രാത്രി അനിയൻകുട്ടനെയും കൊണ്ട് വിക്രം വരികയാണ് കേട്ടോ. അന്നേരം വിക്രം പറയും, എനിക്ക് ഇന്ന് കുറച്ച് അധികം പണി ഉണ്ടായിരുന്നു, എനിക്ക് തോന്നി എന്ന് വേദയും പറയും. അങ്ങനെ അനിയൻകുട്ടനെ അകത്തിരുത്തിയിട്ട് വിക്രം പറയും, അനിയൻകുട്ടൻ ഇവിടെ ഇരിക്കുക, ഞാൻ പുറത്തുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് വരികയാണ്. അങ്ങനെ വേദയുടെ അടുത്ത് വിക്രം പറയാണ്, ഇന്ന് അനിയൻകുട്ടനെ നോക്കാൻ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേദ ചോദിക്കും, എന്നിട്ട് എന്ത് പറഞ്ഞു? സംസാരിക്കും, പക്ഷേ കുറച്ച് ടൈം എടുക്കും, നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയാൻ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വേദ പറയും, ഇന്ന് തോട്ടത്തിലൊരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം? അതെ, പുതിയ മാനേജർ ചാർജ് എടുത്തിട്ടുണ്ട്. വന്നോ? എന്നിട്ട് ഞങ്ങളെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ജ്യൂസും ഇതൊക്കെ തന്ന നല്ല സൽക്കാരും, അതുപോലെ മൂപ്പരുടെ വക കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, കമ്പനീൻ്റെ കാര്യങ്ങളും ശമ്പളത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ വേദ പറയും, അയാൾ എവിടെയോ കണ്ടിട്ടുണ്ട് വിക്രം, ആണോ എന്ന് വിക്രം ചോദിക്കുകയാണ്. അത് വേണ്ട, 7 പേരുണ്ട് എന്നല്ലേ, അത് ശുദ്ധ മണ്ടത്തരാണ്. മാത്തമാറ്റിക്സ് പ്രകാരം കോടിയിൽ 1% വരുള്ളൂ എന്നാണ്. അത് ശുദ്ധ മണ്ടത്തരം എന്നേ ഞാൻ പറയുള്ളൂ എന്ന് വേദയെ പറയാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇരട്ടകളോ എന്ന് ചോദിക്കാൻ കേട്ടോ വിക്രം. അതൊരമ്മ പെറ്റതല്ലേ മണ്ടൂസേ എന്ന് വേദ പറയാൻ കേട്ടോ. വിക്രം തന്നെ നോക്കിയേ, ഇത് കണ്ടോ, ഇതുപോലെ ഈ ഭൂലോകത്തൊരെണ്ണം കാണുമോ വേറെ എവിടെയെങ്കിലും? റയർ പീസല്ലേ ഇത് എന്ന് വിക്രമിനെ നോക്കി പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറയും, ശരി ഇരട്ടകളല്ലെങ്കിൽ പിന്നെ അത് ആരായിരിക്കും? നിനക്ക് തോന്നിയതായിരിക്കും.
അല്ലെങ്കിൽ പിന്നെ ഇയാളുടെ ട്വിൻ ബ്രദറിനെ നീ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഓ, വാദം ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് തലപുകച്ചുണ്ടാക്കുന്നത് എന്ന് വേദ ഇങ്ങനെ പറയും. ഓ, അതിന് തലയ്ക്കകത്ത് വല്ലതും വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടെ കുറച്ച് സമയം പഴയൊരു വിക്രം വേതാളു ആയിട്ട് മാറുകയാണ് കേട്ടോ. അങ്ങനെ വിക്രം വേദയിട്ട് എടിയെന്നും പറഞ്ഞിട്ട് ഓടിക്കുന്ന ആ ഒരു സീനോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.